എന്തൊക്കെയാണ് സ്കൂളിലൊക്കെ നടക്കുന്നത് ആഘോഷത്തിന്റെ പേരിൽ എനിക്ക് ഇതും പലരും വിട്ടുന്നു. സ്കൂളിലൊക്കെ നടക്കുന്ന സംഗതികൾ പെൺകുട്ടികൾക്കൊന്നും ഒരു ഹയാവും ഇല്ലാതെ ഗണനായകായ ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി. അറിയാത്തോണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഖുർആന്റെ വെളിച്ചും തണലും ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോ അതൊന്നും വലിയ ഭാരമായിട്ടൊന്നും തോന്നൂല. നമ്മളതിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ടാവും. ഗുണശരീരായ ഗുണമണ്ഡിതായ ഗുണേശാനായ ധീമഹി. നമ്മളവരൊന്നും ആക്ഷേപിക്കല്ല, ഗുണകാംക്ഷകളോട് പറയണം. ഓർക്കത് അശ്രദ്ധയാണ്, ഓർക്കത് മനസ്സിലാണില്ല. എന്താ ഒരു ഗുണാധീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി. എന്നോട് ചോദിച്ചു ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഓണത്തിനൊക്കെ സാരിയും അതിന്റെ സാരി എന്താ സെറ്റ് സാരിയോ അമ്മ വെള്ളിയാഴ്ചയാണല്ലോ ഞാൻ കണ്ടത്. ആ വെള്ളിയാഴ്ച ഞാൻ കൊത്തുപഞ്ഞ് പോയി നോക്കുമ്പോ ബ്ലോക്കിന്റെ അങ്ങേയറ്റത്തെ ബ്ലോക്ക് വണ്ടിയൊക്കെ. കാല് കടഞ്ഞിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ആക്കേണ്ടിരുന്നൊക്കെ തീരുമാനിച്ചതെന്നാണ്. അങ്ങനെ പോകണേ ഈമാനോടെ പോട്ടെ. സാരി എടുക്കാനൊക്കെ പോണ ഈമാനാണെങ്കിൽ തെറിച്ച പോണ എന്താ പറയാ ജലദോഷം പിടിച്ചു പോണു എന്നാ അങ്ങോട്ട് പോട്ടെ, വിശ്വാസം കൊണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞാല് സ്കോപ്പ് ഒരു പെർമിഷനും ഇല്ല. എന്താ മോളെ പ്രശ്നം? നേഴ്സിംഗ് കോളേജാ, അതെന്നെ പ്രശ്നം. നിനക്ക് 3 വരങ്ങൾ നൽകാം. ആഹാ, എന്നാലേ ഓണത്തിന് നല്ലൊരു ഗ്രാൻഡ് എൻട്രി വേണം. എന്നിട്ട് മാഡംസ് ഒക്കെ നല്ല ഒരേ മൂഡായിരിക്കണം. എന്നിട്ട് ചത്താലും മറക്കാൻ പറ്റാത്ത ഓണമാണ്. ഈ പറയുന്ന മൂല്യന്മാരുള്ള ഇറക്കാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ആ പറച്ചിലോട് കൂടെ തന്നെ ആള് മുർത്തത്താവും. അങ്ങനത്തെ വർത്തമാനങ്ങളാണ് പറയണത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ, കാരണം എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഇതിൽ വന്നത്. സത്യം പറഞ്ഞെങ്കിൽ ഈ കോളേജ് പിള്ളേരൊക്കെ എന്നെ കാണിക്കണം കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. കാരണം ഈ 2026 പിള്ളേര് കൊണ്ടുപോയി, പിള്ളേര് തൂക്കി തന്നെ പറയാം. അടിപൊളിയായിട്ടാണ് പിള്ളേര് എൻജോയ് ചെയ്യണത്. ഇങ്ങനെ വേണം കേട്ടോ സ്കൂള്. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതേപോലെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല പഠിക്കാനുള്ള കാര്യങ്ങൾക്കും ടീച്ചർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതേപോലെ അവർ ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുന്നിടത്ത് എൻജോയ് ചെയ്യുക. ഒരിക്കലും മിസ്സാക്കി കളയരുത് ഈ ടൈമൊന്നും. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നല്ലോണം മിസ്സാവുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾക്ക് നല്ലോണം മിസ്സാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഹാപ്പി ആവുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആവണം. സത്യം പറയാടാ, അസൂയ പറഞ്ഞ ഇങ്ങനെ ഒരു അസൂയ എന്താ കാണിക്കുന്നു പിള്ളേര്. എന്റെ മക്കളായാലും കേട്ടാ, അടിപൊളി 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 മാഷാഅല്ലാഹ്. പിള്ളേരെല്ലാരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഈ വർത്താനാണ് അപകടം. എന്നമാർക്ക് അതൊക്കെ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോ മൂല്യരും കാലൊന്നും വേണ്ടല്ലോ, അവനാന്റെ പെരി അവനോ പറഞ്ഞാൽ പെരീന്നാണല്ലോ ഈ വരുന്നൊക്കെ. ഈ ആണുങ്ങളൊക്കെ ഉള്ള പെരീന്നാണല്ലോ, ഈ വാപ്പായ മക്കളൊക്കെ തന്നെയാണല്ലോ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.